നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുപുഴ പഞ്ചായത്തിൽ 9-ാം വാർഡിൽ സ്ഥിരതാമസക്കാരിയായ പ്രഭ. ഇവർ ഒരു വൃക്ക രോഗിയാണ്. ഡയാലിസിസിൽ കൂടിയാണ് ഇവരുടെ ജീവൻ നിലനിർത്തുന്നത്. എൻ്റെ പേര് ഉത്തമൻ എന്നാണ്. ഞാനിവിടെ പാർട്ടിയുടെ CPM-ൻ്റെ LC സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ LC മെമ്പറായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഈ പ്രഭയുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ തണലെന്ന് പറഞ്ഞൊരു സംഘടനയുടെ കെയർ ഓഫിൽ ഈ രോഗിയെ ചികിത്സിക്കാൻ വേണ്ടി അതിൻ്റെ 2 വൃക്കകളും ഫെയിലാണ്. ആ ഫെയിലായതിൻ്റെ പേരിൽ നമ്മൾ മാറ്റിവെക്കാതെ ജീവിതം മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല എന്നുള്ള സാഹചര്യത്തിലാണ്. അപ്പോൾ അത് കരഞ്ഞുകൊണ്ടെന്ന് പറയുന്ന ഈ തണൽ എന്നൊരു സംഘടനയെ സന്ദർശിച്ചെന്ന് പറയുന്നത് എനിക്ക് നിങ്ങളെപ്പോലെ ജീവിക്കണം, അതുകൊണ്ട് നിങ്ങളുടെ സഹായം ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയായിട്ട് നമ്മുടെ നേരത്ത് വന്നു. അത് ഇപ്പോൾ നമ്മൾ ആദ്യം എന്ന് പറയുന്നത് തണലിൻ്റെ ഒരു ബിരിയാണി ചലഞ്ചിന് എടുത്ത് 1,60,000 രൂപ കൊടുത്തു. ഒന്നും കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ 10-30 ലക്ഷത്തിൻ്റെ മേളിൽ വേണം എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു പിരികൂട സംഘടിപ്പിച്ചു. അതേതാണ്ട് 2,50,000 രൂപ തികയാത്ത പൈസയെ അത് പിരിഞ്ഞ് കിട്ടിയുള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നത് ഇപ്പോഴും പര്യാപ്തമല്ല. ഒരു പല വിധത്തിൽ അവർ ആണെങ്കിൽ തന്നെ ഉള്ള വസ്തു വിറ്റ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. ഈ രോഗി ഇത് മാത്രമല്ല, ഹസ്ബൻഡിനെന്ന് പറയുന്നത് ഇതേ രോഗമായി മരിച്ചിട്ട് 2 വർഷങ്ങളെ ആയുള്ളൂ. ഇത് വന്നിട്ടെന്ന് പറഞ്ഞാൽ 3 വർഷത്തോളമായി. അപ്പോൾ ഒരു വിധത്തിലുള്ള നിക്കക്കള്ളിയില്ലാത്ത ഒരു അവസ്ഥയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. 2 പെൺപിള്ളേരാണ്, വേറെ ജീവിതമാർഗ്ഗമൊന്നുമില്ല. ഒരെണ്ണത്തിന് കെട്ടിച്ചയച്ച്, ഒരെണ്ണം എന്ന് പറയുന്ന പള്ളിക്കൂടത്തിൽ പോവുകയും ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇപ്പോൾ ഒരു പഠിക്കാൻ വേണ്ടിയായ കുട്ടിയാണ്. അത് അമ്മയുടെ രോഗമായതുകൊണ്ട് അതിനും ഇപ്പം പോകാൻ വയ്യാത്തൊരു സിറ്റുവേഡാണ്. അപ്പോൾ ഏതാണ് ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തലം? ഈ പ്രോഗ്രാം കാണുന്ന ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ ഈ നല്ലതായ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ട് വൃക്കകളും തകരാറായതിനാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ കരണീയമായിട്ടുള്ളൂ. ഇവരുടെ ഭർത്താവ് ഇതേ രോഗം മൂലം നേരത്തെ തന്നെ മരണപ്പെട്ടതാണ്. ഇപ്പോൾ ഇവർ ആഴ്ചയിൽ 3 ഡയാലിസിസുകൾ നടത്തി മുന്നോട്ടു പോകുന്നു. വൃക്ക മാറ്റിവെക്കുന്നതുവരെ ഇത് തുടരേണ്ടതാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ ഈ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നു. ഞാനൊരു കവിയാണ്. RK സമുദ്രം എന്നാണ് എൻ്റെ തൂലികാനാമം. ഇപ്പം ഈ ഗുഡ്നസ് ടിവിയുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്നവരോട് പറയുവാനുള്ളത്, പ്രഭ എന്ന ഒരു രോഗിക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 3 വർഷം മുമ്പ് ഈ പ്രഭയുടെ ഹസ്ബൻഡ് ഇതേ കിഡ്നി രോഗത്താൽ അവർ 2 കിഡ്നിയും പോയി മരണപ്പെടുകയുണ്ടായി. നാട് മൊത്തം വിവിധ തരത്തിൽ സഹായിച്ചിട്ടും ഇവരുടെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 3 വർഷമായി ഈ പ്രഭയുടെ കിഡ്നി നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായി ചികിത്സയിലാണ്. നാട് വല്ലാതെ ഇവരെ സഹായിക്കുവാൻ പരിശ്രമിക്കുന്നു. വേണ്ട സഹായം, ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയൊരു തുക സമാഹരിക്കുവാൻ ഈ നാടിന് കഴിയുന്നില്ല, ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല. കാരണം ഹസ്ബൻഡിന് വേണ്ടിയും വലിയൊരു തുക ഇവർക്ക് സമാഹരിക്കേണ്ടി വന്നു. വീടും വസ്തുവും ഒക്കെ തന്നെ പണയപ്പെടുത്തുന്ന അവസ്ഥയാണ്. വല്ലാതെ വേവലാതിപ്പെടുകയാണ്. ഈ കുടുംബത്ത് 2 പെൺകുട്ടികളാണുള്ളത്. ഒരു മോള് ഇപ്പോൾ പഠിക്കുകയാണ്. ഈ പഠിക്കുന്ന മോള് ഇപ്പോൾ പഠിത്തം പോലും നടക്കാത്ത വല്ലാത്ത ബുദ്ധിമുട്ട് നേരിടുകയാണ്. വീട്ടമ്മ ഈ മക്കൾക്ക് വേണ്ടി അമ്മ ഉണ്ടാവണം, മകൾക്ക് വേണ്ടി അമ്മ ഉണ്ടാവണം, ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ TV-യിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന, ഗുഡ്നസ് TV-യിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന സുമനസ്സുകൾ സഹായിച്ചേ പറ്റൂ.
ചില സാമൂഹ്യ സംഘടനകളുടെ സഹായത്താലും പലരിൽ നിന്ന് കടം വാങ്ങിയും ഓപ്പറേഷന് വേണ്ടിയുള്ള പണം സ്വരൂപിക്കുന്നതിൻ്റെ ബദ്ധപ്പാടിലാണ് ഇവർ ഇപ്പോൾ. എന്നാൽ വേണ്ടുന്നത്ര പണം സ്വരൂപിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷന് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്ന ദിവസം അടുത്തു വരികയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർ ഗുഡ്നസ് ടിവിയെ സമീപിച്ച് ചമരിയൻ പ്രോഗ്രാമിലേക്ക് അപേക്ഷ തന്നത്. എൻ്റെ പേര് പ്രഭ. എൻ്റെ ഭർത്താവിൻ്റെ പേര് ദശപുത്രൻ. ദശപുത്രന് ഈ കിഡ്നിയുടെ അസുഖമായിരുന്നു. ഞങ്ങൾ കുറേ ചികിത്സിച്ച് നാട്ടുകാരൊക്കെ സഹായിച്ച്, എന്നിട്ട് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ആള് മരിച്ചുപോയി. ആ സ്പോട്ടിൽ എനിക്ക് ആ രോഗമായി. എന്നിട്ട് എനിക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. അവര് ഒന്നിനെ കെട്ടിച്ചിട്ടൊന്ന് പഠിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാനൊരു നിവൃത്തിയില്ല. സ്വന്തമായി വീടില്ല, വസ്തുവില്ല. പിന്നെ നാട്ടുകാരെല്ലാം സഹായിച്ചാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. ഇപ്പം എനിക്ക് എൻ്റെ മോക്കൊരമ്മയെങ്കിലും വേണ്ടേ. അതിനൊരു ഓപ്പറേഷത്തിന് റെഡിയായപ്പോൾ ഞങ്ങളുടെ ഈ പൈസ ഇല്ല. നാട്ടുകാരെല്ലാം സഹായിച്ചിട്ട് ഓപ്പറേഷത്തിന് പൈസ തികഞ്ഞില്ല. ഈ കാണുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർ എല്ലാവരും എന്നെ സഹായിക്കണം. എനിക്ക് 2 പെൺകൊച്ചുങ്ങളാണ്. എനിക്ക് ജോലി എടുത്തു തരാൻ ആരുമില്ല. ഞങ്ങൾക്ക് ആഹാരം കഴിക്കുന്നവര് നാട്ടുകാർ വന്നു. ഇപ്പോൾ ഇവരുടെ കൂടെ ഒരു മകൾ മാത്രമാണുള്ളത്. ഭർത്താവ് നല്ല പ്രായത്തിൽ തന്നെ ഇതേ രോഗം വന്ന് മരിച്ചതിനാൽ ഇവർ ആകെ ഭയപ്പെട്ടാണ് കഴിയുന്നത്. മകളുടെ ഭാവിയെ ഓർത്തുള്ള ആശങ്കകൾ ഇവരെ മാനസികമായി വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകരുടെ പ്രാർത്ഥനയും സഹായവും ഇവർക്ക് ലഭിക്കും എന്ന പ്രത്യാശയിലാണ് ഇവരിപ്പോൾ. ഭർത്താവിന് 27 വർഷം കൊണ്ട് ഷുഗർ അസുഖമായിരുന്നു. ഷുഗറിൽ നിന്നാണ് ഈ കിഡ്നിയുടെ അസുഖം ഉണ്ടായത്. ഒരു കാലുവേദന വന്ന ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാര് 8 മാസത്തിനുള്ളിൽ ഇയാളെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടി നടന്നു. എന്നിട്ടും രക്ഷിക്കാൻ പറ്റിയില്ല. അമൃതയെ കൊണ്ടുപോയി. ഞങ്ങൾ വസ്തു വരെ വിറ്റ് ചികിത്സിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ആള് മരിച്ചു പോയത്. പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഉണ്ട്. അതിനൊരു അമ്മയെങ്കിലും കൊടുക്കണം. അതുകൊണ്ടാണ് ഈ കരഞ്ഞപേക്ഷിക്കുന്നത്. അനേകം മനുഷ്യർക്ക് ആശ്വാസമായിട്ടുള്ള ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ ഇവരുടെ ഈ നിസ്സഹായ അവസ്ഥയിൽ ഇവരെ കൈവിടില്ല എന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ പ്രതീക്ഷകളും വിശ്വാസവും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സ് തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ അഭിമാനപൂർവ്വം ദൈവത്തിന് നന്ദി പറയുകയാണ് വേണ്ടത്. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ എനിക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞപ്പോഴത്തേക്ക് 2-3 ദിവസം കഴിഞ്ഞ് എന്നെ കൊച്ചു കണ്ണ് ആശുപത്രി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ക്രിയാറ്റിൻ നോക്കാം. അങ്ങനെ അമ്മയ്ക്ക് ഈ അസുഖം എന്ന് പറയുമ്പം തന്നെ ഞങ്ങളുടെ ഈ വീട് തകർന്നു. കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയി. ഒരു കണ്ണിന് കാഴ്ച കുറഞ്ഞ് കണ്ണിന്റെ ഞരമ്പ് പൊട്ടിപ്പോയി. ഈ ഒരു കണ്ണ് കാണത്തില്ല. അപ്പൊ അവര് പറഞ്ഞ് 1 ലക്ഷം രൂപ വേണ്ടി വരും കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. അത് നമുക്ക് നിവർത്തിയില്ലാത്തോണ്ട് അത് ചെയ്തില്ല. കണ്ണ് ഇപ്പോഴും കാണത്തില്ല. അപ്പോഴാണ് ഇങ്ങനെ കിഡ്നിക്ക് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞതും
ചികിത്സ തുടർന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് മാറി വെച്ച് അമ്മയെ രക്ഷപ്പെടുത്ത എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് എൻ്റെ മക്കൾ ഒരുങ്ങിയത്. എല്ലാവരും തന്ന് സഹായിച്ചിട്ടുണ്ട്, അന്നും പോരാ. എൻ്റെ നല്ലവരായ നാട്ടുകാരെല്ലാവരും എനിക്ക് സഹായിച്ച്, വീട്ടുകാരും എല്ലാവരും സഹായിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് ഓപ്പറേഷത്തിനുള്ള തുക കണ്ടെത്താൻ സാധിച്ചില്ല. ഇത് കാണുന്ന നല്ലവരായ നാട്ടുകാർ, എൻ്റെ ബന്ധുക്കളും എല്ലാം സഹായിക്കണം. എൻ്റെ കുഞ്ഞിനൊരമ്മയെ തിരിച്ചു കൊടുക്കണം എല്ലാവരും കൂടെ. എൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി കനിഞ്ഞു പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണ്ടി നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട, തനിയെ മക്കളെ വളർത്തേണ്ടി വരുന്ന ഒരമ്മയുടെ ഹൃദയവ്യഥ നമുക്ക് മനസ്സിലാക്കാവുന്നതാണല്ലോ. എന്നാൽ താനൊരു കഠിന രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് അവരെ എന്തുമാത്രം മാനസികമായി തളർത്തുന്നുണ്ടാകും. ഇത്തരം അവസ്ഥകളിൽ കഴിയുന്ന അനേകം മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ടാകും. ഈ അമ്മ ഈ നാടിന് വേണ്ടി, നാടിൻ്റെ പൊന്നോമനയാണ്, നാട്ടുകാർക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുകയും വല്ലാതെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആശാ പ്രവർത്തകയും ഒരു അംഗൻവാടി പ്രവർത്തകയും കൂടാണ്. ഈ അമ്മയെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ സഹകരിച്ചേ പറ്റൂ. ഞങ്ങൾ നാട് വല്ലാതെ ഒപ്പം നിൽക്കുകയാണ്. എന്നിട്ടും ഞങ്ങൾക്ക് വേണ്ട ഈ ചെറിയൊരു നാട്ടിൽ നിന്ന് വല്ലാത്തൊരു ഫണ്ട്, ഏകദേശം 30 ലക്ഷം രൂപ സമാഹരിക്കേണ്ടിയിരിക്കുന്നു. അത് ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടി പരിശ്രമിച്ചിട്ട് ആകെ 5 ലക്ഷം രൂപയുടെ മേളിൽ സമാഹരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖകരമായ അവസ്ഥ ഈ നിങ്ങളുടെ മുമ്പിൽ വ്യസന സമേതം ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇത് കാണുന്ന ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ ഈ അമ്മയെ, ഈ വീട്ടമ്മയെ സഹായിച്ചേ പറ്റൂ. ഒരു സുനാമിക്ക് കിട്ടിയ ഒരു വീട്ടിലാണ് ഈ അമ്മ കഴിയുന്നത്. അതും ഇപ്പം ഈ വസ്തുവിൻ്റെ ബാക്കി എല്ലാ ഭാഗവും വിൽപ്പന നടത്തിക്കഴിഞ്ഞു ഭർത്താവിൻ്റെ ചികിത്സാർത്ഥം. അത് മനസ്സിലാക്കണം. വല്ലാതെ വേവലാതിപ്പെടുന്ന ഈ വീട്ടമ്മയെ സഹായിക്കുവാൻ നമ്മളല്ലാതെ ആരുമില്ല. അവരുടെ ഒരു ജീവൻ രക്ഷിക്കുവാൻ നമുക്ക് കഴിയും. നമ്മളുടെ ഓരോരുത്തരുടെയും 100 രൂപ വെച്ച് കൊടുത്താൽ പോലും തീർച്ചയായും അവരുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ചാരിറ്റി സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് നിങ്ങളോടുള്ളത്. വിനീതമായി ഈ അഭ്യർത്ഥന മാനിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ദൈവം നമുക്ക് നൽകിയ നന്മകളും സൗകര്യങ്ങളും ഇങ്ങനെയുള്ളവർക്ക് ഒരാശ്വാസമായി മാറുവാൻ ഉപകരിക്കുമെങ്കിൽ അത് ഒരു ധന്യപ്രവൃത്തിയായി മാറുകയും ദൈവകൃപയുടെ അരുവികൾ നമ്മിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും പ്രവഹിക്കുന്ന അനർഘ നിമിഷങ്ങളായി ഇവ മാറുകയും ചെയ്യുന്നു. അതുതന്നെയാണ് നിത്യസ്നേഹത്തിലേക്കുള്ള പാത. ആ പാതയിലൂടെ സഞ്ചരിക്കുവാനുള്ള ഭാഗ്യം നമ്മൾക്കുണ്ടാകട്ടെ. നമ്മെ നന്മയുടെ വഴിയിലൂടെ കൈപ്പിടിച്ച് നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രേക്ഷക സമക്ഷം ഈ എപ്പിസോഡ് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ അശ്രിയൽ എന്ന പെൺകുട്ടിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായനിധി കൈമാറുന്നതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്.
എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് അശ്രിയയുടെ പിതാവാണ്. അവർ മൂവാറ്റുപുഴ ആനിക്കാട് സ്വദേശികളാണ്. ഈ അശ്രിയ എന്ന മകൾക്ക് 5 വർഷം മുമ്പ്, ഇപ്പോൾ അവൾക്ക് 17 വയസ്സുണ്ട്, അപ്പോൾ 12 വയസ്സുള്ളപ്പോൾ ലുക്കോമിയ പിടിപെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് അവർ വലിയൊരു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഈ അടുത്ത കാലത്ത് പണത്തിൻ്റെ അഭാവം മൂലം അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തൊടുപുഴയുള്ള ആശുപത്രിയിലാണ് അവരിപ്പോൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അവരുടെ അവസ്ഥ മനസ്സിലാക്കാനായിട്ടും അവരെക്കുറിച്ച് അറിയാനായിട്ടും ഇടയായത്. അവർ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. നമുക്കറിയാം, അങ്ങനെയുള്ള ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലൂര് പോയി ചികിത്സിക്കുക, പ്ലാസ്മ മാറ്റിവെക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ചിലവേറിയതും ബുദ്ധിമുട്ടേറിയതുമായ കാര്യമാണ്. 5 വർഷക്കാലം അവരുടെ സകല സമ്പാദ്യവും ഉപയോഗിച്ച് ആ പെൺകുട്ടിയെ ചികിത്സിക്കുകയുണ്ടായി. ഇപ്പോൾ അവർക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഗുഡ്നസ് ടി വി അവരെക്കുറിച്ച് അറിയാനും അവരെ ഗുഡ്നസ് ടി വിയിലൂടെ പരിചയപ്പെടുത്താനും ഇടയായത്. അപ്പോൾ ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഔദാര്യപൂർവ്വം ആ പെൺകുട്ടിയെ ഏറ്റെടുക്കുകയും അവളെ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 1,80,000 രൂപ നമുക്ക് സമാഹരിക്കാനായിട്ട് സാധിച്ചു. ആ തുക ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അശ്രിയയുടെ പിതാവിനെ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാർ, ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ അശ്രിയ എന്ന പെൺകുട്ടിയെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചപ്പോൾ അവളെക്കുറിച്ച് പലരും എന്നോട് ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. അങ്ങനെ ചോദിക്കുക മാത്രമല്ല, അതിനുവേണ്ടി സഹായിക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ടും വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ 1,80,000 രൂപ നമുക്ക് സമാഹരിക്കുന്നതിനും കൊടുക്കുന്നതിനുമായിട്ട് സാധിച്ചത്. നിങ്ങളുടെ നല്ല മനസ്സിനെ ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിജയം നൽകി ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരാണെന്ന് എനിക്കറിയാം. പലരും എന്നെ ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. നിങ്ങളുടെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ഈ സഹോദരിക്ക് വേണ്ടി സംഭാവന ചെയ്ത് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നത്. പലരും കൂലിപ്പണിക്കാരും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവരും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും ചെറിയ വഴിയോര കച്ചവടങ്ങളൊക്കെ നടത്തി ജീവിക്കുന്ന ആളുകളുമൊക്കെയാണ്. അവർ 100, 200, 500 ഒക്കെ തന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനായിട്ട് സാധിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ചെറിയ തുകകൾ വഴിയായിട്ടാണ് സംഭാവിച്ചതെങ്കിൽ എത്രമാത്രം ആളുകൾ സമാഹരിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ ഒരു തുക നമുക്ക് സമാഹരിക്കുന്നതിനായിട്ട് സാധിച്ചത്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെപ്പോലെയുള്ളൊരു മകളാണ് ഈ അശ്രിയായും. അവളെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗസൗഖ്യം നൽകണമേ, ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ നീട്ടി നൽകുമ്പോഴും അത് മറ്റുള്ളവരുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി വിനിയോഗിക്കുന്നതിനായിട്ട് നമുക്ക് മുന്നോട്ട് വരാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടി വിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അശ്രിയൽ എന്ന ഞങ്ങളുടെ പൊന്നുമോള് കഴിഞ്ഞ 5 വർഷക്കാലമായി MDS എന്ന രോഗത്താൽ, ടൈഫോയിഡ് ബ്ലഡ് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ ഗുഡ്നസ് ടി വിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാനും ഈ TV പ്രോഗ്രാമിലൂടെ ഞങ്ങളുടെ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് വീഡിയോയിലൂടെ അറിയിക്കാനിടയായിത്തീർന്നു. ഗുഡ്നസ് ടി വിയുടെ നന്മ നിറഞ്ഞ ഹൃദയമുള്ള നല്ലവരായിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും ആ വീഡിയോ കാണുവാനും ഞങ്ങളുടെ സാഹചര്യവും മോളുടെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി നിങ്ങളാൽ കഴിയുന്ന ചെറുതും വലുതുമായ നല്ലൊരു സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് നൽകി തന്നതുകൊണ്ട് ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്.